ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പാർക്കിൽ പോവാന്ന്. പാർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കാണ്. അൽനാദ പാർക്ക് എന്ന് പറയും. പോണ്ട് പാർക്ക് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ ഈവനിങ് ഈ പാർക്കിൽ വന്നിരിക്കാനും നടക്കാനും അതുപോലെ തന്നെ സൈക്ലിങ്ങിനും എല്ലാത്തിനും യോഗയ്ക്കായാലും വെറുതെ ചിൽ ചെയ്ത് ഇരിക്കാനായാലും ഒക്കെ കുറേ പേര് വരും കേട്ടോ ഈവനിങ് ആകുമ്പോൾ. ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പാർക്കിൻ്റെ മാത്രമല്ല, ഞാൻ ദുബായിൽ കണ്ടിട്ടുള്ള എല്ലാ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ പൂച്ചകളുണ്ടാവും. അത് തന്നെയാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ പാർക്കിലേക്ക് വരാൻ കേട്ടോ. കാരണം അത്ര ഇഷ്ടം പൂച്ചകളാണ്, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയണതും മെയിൻ പ്രത്യേകത എന്ന് പറയണതും പോണ്ട് തന്നെയാണ്. പോണ്ട് പാർക്ക് എന്ന പേര് വരാൻ തന്നെ കാരണം ഈ പോണ്ടാണ്. പാർക്കിൻ്റെ സെൻറ്റർ പോയിന്റിൽ തന്നെയാണ് ഈ പോണ്ട് സിറ്റുവേറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ പാർക്കിന് ചുറ്റും നമ്മൾ നടക്കുമ്പോഴും ഈ പോണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രസമാണ്. നൈറ്റ് ടൈമിലൊക്കെ വന്ന് ഇങ്ങനെ ഈ പോണ്ടിൻ്റെ അടുത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നല്ലൊരു രസവും ഭംഗിയൊക്കെയാണ് കേട്ടോ. ലൈറ്റൊക്കെ വരുമ്പോൾ വേറെ ലെവൽ തന്നെയാണ്. ഞങ്ങളൊരു 4:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇപ്പം അധികം തിരക്കില്ലാത്തത്. ഇത്രയും കൂടിയും വെയിൽ ആറുമ്പോഴാണ് ആൾക്കാർ കൂടാട്ടോ. ഭയങ്കര റഷാണ് എപ്പോഴും ഈ പാർക്ക്. അപ്പോഴാണ് അവൻ കാണിച്ചു തരുന്നത് എനിക്ക്, ദേ ചിൽഡ്രൻ ഏരിയ ഉണ്ട് നമുക്ക്. അപ്പോൾ അടുത്ത് ചിൽഡ്രൻ ഏരിയ കണ്ടാലോ. അപ്പോൾ ഒഴുകാനാണ് മെയിനായിട്ട് ഇവർ പോകണത് എപ്പോഴും കേട്ടോ. ഒഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും കുറേ ഒഴുകിയൊക്കെ കഴിഞ്ഞു. പിന്നെ മറ്റോന് അപ്പോൾ സീസോയിലേക്ക് കയറണം. സീസോയാണ് അവന് ഇഷ്ടം. അപ്പോൾ സീസോ കയറാൻ വേണ്ടിയിട്ട് അമ്മ വാ വാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് മറ്റോ. ഇവൻ ഒഴുകണോടത്ത് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതേ പുതിയ ഓരോന്ന് പരീക്ഷിക്കുന്നുണ്ട്. ഇതിലൊന്നും കയറാറില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കയറി നോക്കണത് കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞ് മടുത്തപ്പോൾ പോവാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പൂച്ചയുടെ ഏരിയയിലേക്ക് പോവാണ് കേട്ടോ, പൂച്ചകളെ കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ ഇതേ ടെന്നീസ് കോർട്ടുണ്ട്, ഫുട്ബോൾ കോർട്ടുണ്ട്, പല കോർട്ടുകളും ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ജിമ്മിന് വരുന്നവർക്ക് ജിമ്മിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓവറോൾ നല്ലൊരു പാർക്ക് തന്നെയാണ് കേട്ടോ ഇത്. റെസ്റ്റ് ചെയ്യാനും വെറുതെ ചില്ലൗട്ട് ചെയ്യാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.